നല്ല വരവാ മുതലാളി. 4-5 വള്ളവും കൂടി അങ്ങ് വാങ്ങിച്ചിടാമായിരുന്നു. മാറി നിൽക്കണല്ലോ, വള്ളത്തിൽ തൊട്ടുപോകരുതായിരുന്നു. എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് അന്തസ്സായിട്ട് കൂലി എന്നിട്ട് മതി കച്ചവടമൊക്കെ. അത് പറയാൻ നീ ആരാ? തൊഴിലാളി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മഴയത്തും വെയിലത്തും വഞ്ചി തുഴഞ്ഞ് മീനുമായി കരക്കെടുക്കുമ്പോ മീൻ മുഴുവൻ നിങ്ങളുടെ അതിന് നടപ്പില്ല. അവിടെ എന്താണ് പ്രശ്നം? അന്തസ്സായിട്ട് കൂലി കൊടുത്തിട്ട് മതി ഇന്ന് കച്ചവടമൊക്കെ. ഓഹോ, എന്നാ പിന്നെ അന്തസ്സായിട്ട് കൂലി കൊടുത്തിട്ട് തന്നെ കച്ചവടം ഉറപ്പിക്കാം. പിടിച്ച് കെട്ടണം അവനെ. എന്താ മേതുട്ടി? നമ്മുടെ ശ്രീധരന്റെ കടപ്പുറത്ത് തെങ്ങ കെട്ടിയിട്ട് അടിക്കുന്നു. എന്തിന്? കൂലി കൂട്ടിട്ട് വെച്ചേ. അടിക്കടാ, അടി. മേതുട്ടി അയച്ചോടാ. അരിഞ്ഞ് കടലിൽ തള്ളാ. കൂലി കൂട്ടി ചോദിച്ചാൽ തല്ലി ഒതുക്കാൻ ആ ഭാവമെങ്കിൽ ഇനി നിങ്ങളുടെ ഒരു വെള്ളം ഈ കടലിറങ്ങത്തില്ല. ദിവാനോട് അടുപ്പമുണ്ടെന്ന് കരുതി ഒരുപാട് മുതലാളിമാർ ഇവിടെ ചിന്ന ദിവാൻമാരാകുന്നുണ്ട്. അത് ഇനി നടക്കത്തില്ല. തല്ലിയാൽ തിരിച്ചില്ല, അത് ഉറപ്പാ. ഉർമീസിന്റെ അപ്പച്ചനായതുകൊണ്ടാ ഇപ്പൊ നിങ്ങളെ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ കെട്ടിയിട്ട് തല്ലിയാനെ. അടിക്കുന്നവൻ അടി കൊള്ളുന്നവന്റെ വേദന അറിഞ്ഞിരിക്കുന്നതല്ല. സ്വാമി ഇറങ്ങി വേടാ, ഇറങ്ങി വരാൻ. സ്വാമി ഇറങ്ങി വേടാ, ഇവിടെ ഇറങ്ങി വരാൻ. ശിവസ്വാമി ഇറങ്ങി വേടാ, ഇവിടെ ഇറങ്ങി വരാൻ. എടാ സ്വാമി ഇറങ്ങി വേടാ. ശിവസ്വാമി മാപ്പിളശ്ശേരി വീട്ടിലാണോ നിന്റെ ഈ ഉണക്കം മടത്തിലാണോ കരുത്തുന്നത്? ഇപ്പൊ കാണിച്ചിരാം. ഇറങ്ങി വേടാ സ്വാമി. എന്താ തോന്നി? അപ്പച്ചൻ അയച്ചിട്ട് വന്നതാണോ അതോ നിന്റെ സ്വന്തം നിലയ്ക്ക് വന്നതോ? കൊച്ചുമോലാളി ഇതോടെ അതാ ഉർമീശ എനിക്ക് പറയാനുള്ളത്. താൻ ഇതിൽ ഇടപെടണ്ട. നമുക്ക് തല്ലി തന്നെ തീരുമാനം ഉണ്ടാക്കാം. ഇങ്ങനെ സംഘം ചേർന്ന് വടിവാളുമായി വരുമെന്ന് അറിഞ്ഞുകൊണ്ടാ ഞാൻ എല്ലാം ചെയ്തത്. അണ്ണാകത്ത് പോ. ഞാനാ പറയുന്നത്. പട്ടികളെ തുറക്കാനാ പറഞ്ഞത്.
ഈ ഗുണ്ടാ പൈസകൾ കൊടുക്കുന്നതിന്റെ പകുതി കാശ് മതിയോടോ കഷ്ടപ്പെട്ട് കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ടിരുന്ന പാവങ്ങൾക്ക് കൂലി കൊടുക്കാൻ? ഉണ്ണുണ്ണി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അന്യായമാ അപ്പച്ചൻ കാണിക്കുന്നത്. അപ്പച്ചനെ തിരുത്താൻ പഠിപ്പിച്ചത് കതറിട്ട തെണ്ടിയായിരിക്കും. കാശ് മുടക്കി ഞാൻ പഠിപ്പിക്കുന്നത് മാത്രം നീ പഠിച്ചാ മതി. ഇങ്ങനത്തെ അന്യായ കാശാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഞാൻ പഠിപ്പ് നിർത്തിയേനെ. ഇപ്പൊ മോൻ അറിഞ്ഞല്ലോ, പഠിത്തം അങ്ങ് നിർത്തിയേരെ. അപ്പച്ചന്റെ കയ്യിൽ അന്യായ കാശേ ഉള്ളൂ. അതിന് നെയ്യും പാലും ഓട്സും ഒക്കെ കാച്ചി കുടിച്ചാ ഇയാൾ ഇത്രയും ആയത്. ഇപ്പൊ ദഹനക്കേട് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കേ. സ്വന്തമായിട്ട് ന്യായമായ കാശുണ്ടാക്കിക്കൊണ്ടുവാ. അപ്പച്ചൻ കാലും നീട്ടിയിരുന്നുണ്ടോളാ. അപ്പച്ചന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേരുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ആ പേരങ്ങ് വെട്ടിയരപ്പച്ച. ഇത്രയും കാലം വളർത്തിയതിന്റെ കടം ഞാൻ തീർത്തോളാം. ഇറങ്ങി പോടാ തെണ്ടി. അവന്റെ ഒരാത്മാഭിമാനം. എന്ന് വെച്ച് കുഞ്ഞിങ്ങനെയൊന്നും കാണിക്കരുത്. ഓട്ടടി ഓട്ടിയെത്തി വരെ പോയിട്ട് കറങ്ങിയടിച്ചെങ്കിൽ വരും. അല്ലാണ്ട് ഇവരൊക്കെ എവിടെ പോകാനാ? വായിക്കാനും എഴുതാനും ഒരു കസേരയും മേശയുണ്ട്. ആവശ്യത്തിന് വിളിച്ചു. അതാണല്ലോ മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇല്ലാത്തത്. സ്വസ്ഥമായിട്ട് ഇവിടെ കൂടാം. വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ ശിവ? വീട്ടുകാർക്കല്ലെങ്കിലും ഞാനൊരു ബുദ്ധിമുട്ടാ. പോരാഞ്ഞിട്ട് നാട്ടുകാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ശ്രമത്തില. എന്നാലും ജ്യേഷ്ഠനോട് പറയേണ്ട ഒരു മര്യാദ. അങ്ങനത്തെ മര്യാദ ഒന്നും ഞാനിവിടെ കാണിക്കാറില്ല. താഴെ ഗായത്രി മന്ത്രവും ഇവിടെ സ്വാതന്ത്ര്യ മന്ത്രവും. താനിരിക്കേ, അടുക്കളയിൽ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഭാഗ്യം, ദോശയോ ഇഡ്ഡലിയോ എന്താന്ന് വെച്ചാൽ എടുക്ക്. ഒരു തംബ്ലർ വെള്ളവും. ശരിയെന്നാ. എന്തോന്ന് ശരിയെന്നാ? ദോശ ഇനി ചുട്ടാലേ ഉള്ളൂ. അല്ല, സ്ഥിരതാമസനാണോ? കുറച്ചാളത്തേക്ക്. നിനക്കറിയാമോ, സംഗീതം ദാനം ചെയ്യുന്ന മഠമാണിത്, ത്യാഗരാജ മഠം. ഇപ്പൊ പാട്ട് പഠിപ്പിക്കാൻ കുട്ടികളുടെ കാശ് വാങ്ങിക്കണത് നിവൃത്തികേട് കൊണ്ടാണ്. പിന്നെയുള്ള ആകെ വരുമാനം കുറച്ച് പാട്ടതല്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇന്നലെ വഴിപാടുമായിട്ട് വെട്ടാൻ ആളുകൾ വരുന്നു. ഇപ്പൊ തരകമലയുടെ മോനെ മോളിൽ കയറി താമസിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ ഇതൊക്കെ? നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയോ അതോ കെട്ടിക്കാൻ പ്രായമായ പെങ്ങൾക്ക് വേണ്ടിയോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എന്റെ കയ്യിലില്ല. ഉർമീസ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നു. അയാൾക്ക് വേണ്ടതെല്ലാം എനിക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ തോന്നിവാസത്തിന് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയാൽ അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് ഈ പ്രസ്ഥാനമായിരിക്കും. ശിവസുബ്രഹ്മണ്യം കാണിച്ചത് അച്ചടക്കമില്ലായ്മയാണ്. ഈ ശ്രീധരനെ ന്യായമായ കൂലി ചോദിച്ചതിന് തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല മേനോൻ സാർ. അത് അച്ചടക്കമില്ലായ്മ ആണെങ്കിൽ അച്ചടക്കമില്ലായ്മ തന്നെ. ശ്രീധരനെ തല്ലിയത് അന്യായമാണ്. പക്ഷേ തരകൻ മുതലാളിയോട് സമാധാനപരമായി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. സമാധാനപരമായി സംസാരിച്ചു. തല്ലി സംസാരിക്കുന്നവരോട് തല്ലി തന്നെ സംസാരിക്കണം. മുതലാളിമാരുടെ അടിമകളല്ല തൊഴിലാളികൾ. തൊഴിലാളിയും മുതലാളിയും ഇതൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്. അതെ, സോഷ്യലിസ്റ്റ് ചിന്താഗതി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതേ ചിന്താഗതിയാണ്. പ്രാദേശിക അക്രമങ്ങൾക്ക് നേരെ സമാധാനത്തിന്റെ പേരിൽ കണ്ണടച്ചിരിക്കാൻ ഇനി പറ്റില്ല. ദേശീയ നേതൃത്വം അനുശാസിക്കുന്ന നയത്തിനെതിരെ ശബ്ദിക്കുന്നവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല. വേണ്ട, കൂടിയിരുന്നുള്ള ഈ അടക്കം പറച്ചിലിനോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. പ്രതികരണ ശേഷിയുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ശിവസുബ്രഹ്മണ്യം, ക്ഷമിക്കണം സാർ. രണ്ടാശയങ്ങളുമായി ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം സാറിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. വരട്ടെ.